ഹലോ, ഇതെന്താ രണ്ട് പുസ്തകമൊക്കെ ആയിട്ട്? രണ്ട് പുസ്തകം. ഒരു പുസ്തകം വായിച്ചപ്പോൾ സുഭാഷ് ചന്ദ്രൻ്റെ സമുദ്രശിലയുണ്ടല്ലോ, ഭയങ്കര ചർച്ചയായ പുസ്തകമാണ്. സുഭാഷ് ചന്ദ്രൻ്റെ എഴുത്ത് വളരെ ആഴമേറിയതാണ്, നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്ന എഴുത്താണ്. സുഭാഷ് ചന്ദ്രൻ്റെ സമുദ്രശില വായിച്ചപ്പോൾ മറ്റൊരു പുസ്തകത്തിലേക്ക് പുനർവായനയ്ക്ക് വേണ്ടി പോകാൻ തോന്നുന്നു. അപ്പോൾ അങ്ങനെ പോകാനൊരു കാരണമുണ്ട്. അപ്പോൾ കാരണം പറയുന്നത്, സമുദ്രശിലയുടെ പുറംചട്ടയിൽ ഇങ്ങനൊരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. കൊള്ളാലോ. ഇതില് സൂക്ഷിച്ചു നോക്കിയാൽ ഇവിടെ ഒരു പാറയുടെ മുകളിൽ ഒരാൾ നിൽക്കുന്നതായിട്ടാണ്. അത് ഞാൻ കണ്ടില്ല. പാറയാണ്, അതിന്റെ മുകളിൽ ഒരാൾ നിൽക്കുന്നതാണ്. ഇവിടെ ഒരു വാട്ടർ ലെവൽ കാണാം. അയാൾ നോക്കിയിരിക്കുന്നത് ഒരു കപ്പൽ വരുന്ന ദിശയിലേക്കാണ്. ഈ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലാണ് രണ്ടാമത്തെ പുസ്തകം. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ഇതേപോലെ പുറംചട്ട മുകുന്ദന്റെ മുഖം കൊടുത്തതാണ്. ഇവിടെ മാപ്പിനകത്ത് അല്ല, ചട്ടിക്കകത്തൊരു മാപ്പ് കാണാം. അത് മാഹിയുടെ മാപ്പാണ്. മാഹിയുടെ മാപ്പിൽ ഇവിടെ സൂക്ഷിച്ചു നോക്കിയാൽ അവിടെ ദൂരെ ഒരു പ്രദേശം കാണാം. ആ പ്രദേശമാണ് ഇവിടെ ഇത്തരത്തിൽ കൊടുത്തിട്ടുള്ളത്. വെള്ളിയാങ്കല്ല് എന്ന് പറയുന്ന പ്രദേശമാണ്. കഥയിലെ വെള്ളിയാങ്കല്ല്. ദാസനും ചന്ദ്രികയുടെയും വെള്ളിയാങ്കല്ലാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. അല്ല, ഞാൻ അത് വായിച്ചില്ല. പറഞ്ഞുതരാം. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ദാസൻ എന്ന് പറയുന്ന കഥാപാത്രം എല്ലാ മുകുന്ദൻ കഥാപാത്രങ്ങളെയും പോലെ ഒരു നിരാശനായ മനുഷ്യനാണ്. അവസാനം കഥയുടെ കഥാന്ത്യം നിരാശ പിടിപെടുന്ന ഒരു മനുഷ്യനാണ്. ചന്ദ്രികയും അതുപോലെ തന്നെ. ചന്ദ്രിക എല്ലാ ദുരന്ത നായികകൾക്കും ചന്ദ്രിക എന്ന പേര് വന്ന് വീഴുന്നൊരു സ്ഥിതിയുണ്ട്. അപ്പം ചന്ദ്രിക ദുരന്തനായിക അല്ല കേട്ടോ. അപ്പൊ ഇവിടെ ദുരന്തനായികയാണ്. ഇവിടെ ദുരന്തനായിക എന്ന് പറഞ്ഞാൽ കഥയുടെ ഇതിലേക്ക് കടന്ന് അതിന്റെ ഒരു രസം പോക്കുന്നില്ല. വായിക്കാത്തവർക്ക് എടുത്ത് വായിക്കാം. തുടക്കക്കാർ വായിക്കാതിരിക്കുകയായിരിക്കും രണ്ട് പുസ്തകം നല്ലത്. അതെന്തുകൊണ്ടാണ്? അത്രയും ഡെപ്ത് ഉണ്ടോ? കുറച്ച് ഡെപ്ത് ഉണ്ട്. അത്ര പെട്ടെന്ന് ഇങ്ങനെ ചില സാധനങ്ങൾ പിടിച്ചു പോകാൻ പറ്റില്ല. ഞാൻ പറയുന്ന തുടക്കക്കാരെന്ന് പറഞ്ഞാൽ ചില ഈ ഇൻസ്റ്റാഗ്രാം പുസ്തകങ്ങൾ മാത്രം വായിച്ചു വരുന്ന ആളുകളുണ്ടല്ലോ, അത്തരത്തിലുള്ള ആളുകൾക്ക് തീരെ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. അപ്പൊ ഇവിടെ വെള്ളിയാങ്കല്ല്, എമുകുന്ദന്റെ കഥയിലെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലെ വെള്ളിയാങ്കല്ല്, അവിടെ മയ്യഴിയിൽ മരിക്കുന്ന ആളുകൾ തുമ്പിയായി പുനർജനിക്കും. ആത്മാക്കൾ തുമ്പിയായി നടക്കുന്ന ഒരു പ്രദേശമാണ് ഈ വെള്ളിയാങ്കല്ല്. ഇവിടെ സുഭാഷ് ചന്ദ്രൻ സമുദ്രശിലയിലും അതേ വെള്ളിയാങ്കലിനെ കുറിച്ച് പലയാവർത്തി പറഞ്ഞു പോകുന്നുണ്ട്. ഇതില് അംബ എന്ന് പറയുന്ന കഥാപാത്രം സുഭാഷ് ചന്ദ്രൻ തന്നെ കഥാപാത്രമായി വരുന്നുണ്ട്. ആ സുഭാഷ് ചന്ദ്രനെ സ്വപ്നത്തിൽ ഒരാൾ വന്ന്, അംബ സ്വപ്നത്തിൽ വരിക. സ്വപ്നത്തിനും വേറെ ചില ഇതുണ്ട്, സമകാലീനമായ കുറെ ഇതുണ്ട്. ഈ അടുത്തിടെ കാഫ്കയെ കുറിച്ച് വായിച്ചപ്പോൾ കാഫ്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്താണ് നമ്മളെ മെറ്റാമോർഫോസിസ്, രൂപാന്തരത്വം. അപ്പൊ അതില് പെട്ടെന്ന് രാവിലെ എണീക്കുന്ന സാംസ എന്ന് പറയുന്ന ക്രിക്കറ്റ് സാംസ എന്ന് പറയുന്ന കഥാപാത്രം ഒരു ജീവിയായി മാറിയെന്ന് തോന്നുകയാണ്. ഇതേപോലെ എസ് ഹരീഷിന്റെ പട്ടുനൂൽ പുഴു എന്ന് പറയുന്ന പുസ്തകം, ഒരു കുട്ടി രാവിലെ ഉറങ്ങി എണീക്കുമ്പോൾ കൂടെ അതേ പ്രായമുള്ളൊരു കുട്ടി ഉണ്ട് തോന്നുന്ന ഒരു സ്വപ്നത്തിൽ എത്തുകയാണ്. ഇതേപോലൊരു സ്വപ്നത്തിലാണ് ഇവിടെ അംബയെ ആദ്യമായി സുഭാഷ് ചന്ദ്രൻ പരിചയപ്പെടുന്നത്. അംബ പറയുന്നു, ഞാൻ സ്ഥിരമായി നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ വയ്യാതിരിക്കുന്ന എൻ്റെ മകനെ കൊന്ന കുറ്റത്തിന് ജയിലിൽ കിടന്ന് എൻ്റെ പേര് പറഞ്ഞ് കരയുന്ന ഒരാളായി ഞാൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞ സ്വപ്നം സുഭാഷ് ചന്ദ്രൻ കാണും. അപ്പോൾ ഇതിൽ അംബയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ വെള്ളിയാങ്കല്ല്. കാരണം കോളേജിൽ പഠിക്കുന്ന സമയത്ത് അംബ ഒരു യാത്ര പോവാണ് കാമുകനോടൊപ്പം. രാത്രി തൻ്റെ കല്യാണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഒരു യാത്ര പോവാണ്. വെള്ളിയാങ്കലിലേക്കാണ് പോകുന്നത്. വെള്ളിയാങ്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് നിന്ന് 30 കിലോമീറ്ററും, അതുപോലെ തിക്കൊടി, അതുപോലെ പയ്യോളി ലൈറ്റ് ഹൗസ് ഒക്കെ ഉണ്ടല്ലോ, പയ്യോളിയൊക്കെ അടുത്താണോ? പയ്യോളി 13 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ 13 കിലോമീറ്റർ ബോട്ട് മാർഗം പോകാവുന്ന ഒരു 2 ഏക്കറിലധികം വിസ്തൃതിയുള്ള ഒരു പാറയാണ് സത്യം പറഞ്ഞാൽ ഈ വെള്ളിയാങ്കല്ല്. അങ്ങനെ ഒരു പ്രദേശം ഉണ്ടായിരുന്നു, നമ്മളാരും ഇതുവരെ പോയിട്ടില്ല. പോകാൻ പ്രയാസമാണ്, കുറച്ച് പ്രയാസമാണ്. ഇതിൽ സുഭാഷ് ചന്ദ്രനും പത്ര സുഹൃത്തുക്കളും ഒരുമിച്ച് അവിടെ വെള്ളിയാങ്കല്ല് പോകുന്നുണ്ട്. അത് ഒരു യാത്രാപൂർണമായി മാതൃഭൂമിയുടെ ഒരു അല്ലെങ്കിൽ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഇപ്പോൾ നമുക്ക് വെള്ളിയാങ്കല്ല് പോലെയുള്ള ആ പ്രദേശത്തേക്ക് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടാണോ
അല്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ? റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ പോകാൻ വലിയ പ്രയാസമാണ്. ആ പ്രയാസങ്ങളെ കുറിച്ച് സുഭാഷിതത്തിൽ തന്നെ പറയുന്നുണ്ട്. ആ യാത്രാവിവരണത്തിനകത്ത് ആ യാത്രാവിവരണം അമ്പ തൻ്റെ മകനെയും കൊണ്ട് ഒരു ദന്തിസ്റ്റിൻ്റെ ക്ലിനിക്കിന് മുമ്പിൽ ഇരിക്കുമ്പോൾ മാസിക ഇങ്ങനെ മറച്ചു നോക്കുമ്പോൾ അതിൽ ഈ യാത്രാവിവരണം കാണാം. അപ്പോൾ പെട്ടെന്ന് വെള്ളിയാങ്കൽ എന്ന് കാണുമ്പോൾ പഴയ ഓർമ്മകൾ തിരിച്ചു വരികയും അങ്ങനെ എഴുത്തുകാരനെ തെരഞ്ഞു ചെന്ന് പോകുന്നതാണ് കഥ. സന്ദർഭം അങ്ങനെയാണ് പോകുന്നത്. അപ്പം ഇതിൽ വെള്ളിയാങ്കലിന് ഇത്രയും പറയാൻ കാരണം വെള്ളിയാങ്കലിന് ഈ പറഞ്ഞ സാഹിത്യവുമായി ബന്ധമുള്ളതുപോലെ തന്നെ ചരിത്രവുമായി ബന്ധം. വെള്ളിയാങ്കലിൻ്റെ ചരിത്രമായുള്ള ബന്ധം അതിൻ്റെ മറ്റൊരു പേര് ബലിക്കൽ എന്നാണ്. ബലിക്കൽ എന്ന് പറയാൻ കാരണം പണ്ട് ഈ പോർച്ചുഗീസും അതുപോലെ നമ്മുടെ കുഞ്ഞാലി മരക്കാരുടെ പടയും തമ്മിൽ പണ്ട് ഏറ്റുമുട്ടിയ സമയത്ത് അതിന്റെ ഈ തീയുണ്ടപ്പാടുകളൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട്. പീരങ്കിയുടെ പാടുകൾ, അതല്ലാതെയുള്ള തോക്കിന്റെ പാടുകളൊക്കെ പാറപ്പുറത്ത് ഇപ്പോഴും ഉണ്ട്. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അന്ന് കൊന്നു തള്ളിയ സാധാരണക്കാരായ ഈ പറഞ്ഞ പ്രൊട്ടസ്റ്റേഴ്സ് ഈ കാര്യങ്ങളൊക്കെ എടുത്ത് എറിഞ്ഞത് ആ പാറയിൽ നിന്ന് കൊന്നു തള്ളിയ ആളുകളെ കടലിലേക്ക് എടുത്ത് എറിഞ്ഞു. അപ്പം അതുകൊണ്ടുകൂടിയാണ് ഇത് ബലിക്കല്ല് എന്ന് അറിയപ്പെടുന്നത്. നമ്മളെ കോഴിക്കോടിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ചരിത്ര പ്രാധാന്യം കൂടി ഈ സമുദ്രശിലയ്ക്കുണ്ട്. ഈ സമുദ്രശില അപ്പൊ സമുദ്രശിലയും എം മുകുന്ദന്റെ മയ്യഴിപ്പുഴയും കണക്റ്റഡ് ആയിട്ട് കണക്റ്റഡ് ആണ്. ഞാൻ നേരത്തെ കാഫ്കയുടെ സ്വപ്നത്തിലുള്ള പോലെ പുസ്തകങ്ങളും കണക്റ്റഡ് ആവുന്നു. എന്തോ എൻ്റെ കയ്യിൽ വരുന്ന കാഫ്ക ആദ്യം കയ്യിൽ വരുന്നു. കാഫ്ക വായിച്ച് കാഫ്ക ഈ പുസ്തകത്തിനകത്തുണ്ട് എന്നറിയാതെ പട്ടുതൽപ്പൂട് എടുത്ത് വായിക്കുന്നു. അതിൻ്റെ ഈ ഒരു തരിപ്പ് മാറുന്നതിന് മുൻപെയാണ് സമുദ്രശില എടുത്ത് വായിക്കുന്നത്. സമുദ്രശില എടുത്ത് വായിച്ചപ്പോൾ അതിൽ മയ്യഴിപ്പുഴ അപ്പോൾ വീണ്ടും പുനർവായനയ്ക്ക് മറ്റേ എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഇവർ കാഫ്കയിൽ ഇൻഫ്ലുവൻസ്ഡ് ആവാനാ സാധ്യത. അല്ലാതെ കാഫ്ക എന്തായാലും ഇവരെ വായിച്ചിട്ടുണ്ടാവില്ലല്ലോ. എന്തായാലും പറയാൻ കഴിയില്ല. ഈ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ല ട്രാൻസ്ലേഷൻസ് ഉണ്ട് ഇതിനൊക്കെ. അല്ല ഓർഹാൻ ബാബുക്കിന്റെ മഞ്ഞ് എംടിയുടെ മഞ്ഞോ വായിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായേക്കാം. ഓക്കെ, അതാണ് വെള്ളിയാങ്കല്ല് ആണ് പരിചയപ്പെടുത്താനുള്ളത്. അതോടൊപ്പം രണ്ട് പുസ്തകങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ട് സുഭാഷിതന്റെ സമുദ്രശില, മറ്റ് എല്ലാവർക്കും അറിയുന്ന പോലെ എം മുകുന്ദന്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ. ഇത് വായിക്കുമ്പോൾ, അതായത് സമുദ്രശില വായിക്കുന്ന ഒരാൾ ആദ്യം വായിക്കേണ്ടത് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലാണ്. അല്ലെങ്കിൽ കുറേ നമുക്ക് കണക്റ്റഡ് ആവുന്നത് ചില കാര്യങ്ങളൊക്കെ നമുക്ക് വിട്ടുപോകും. ഓക്കെ, എന്നാൽ വായന തുടരട്ടെ. താങ്ക് യു. തരാം. ബൈ ബൈ.